വൈറ്റമിൻ സിയുടെ കലവറയായിട്ടുള്ള നെല്ലിക്ക നമുക്ക് എല്ലാ ദിവസവും വീട്ടിൽ നമുക്ക് ഉണ്ടായിന്ന് വരില്ല കഴിക്കാനായിട്ട്. എന്നാൽ എല്ലാ ദിവസവും ഇതുപോലെ ലേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ഫലങ്ങളും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ബോഡിക്ക് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കിഡിലനായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു ലേഹ്യമാണ് കേട്ടോ. അതായത് നമുക്ക് എന്താ പറയുക, പ്രത്യേകമായിട്ട് വീട്ടിൽ രക്തക്കുറവിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ക്ഷീണം, അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ആർത്തവ ക്രമക്കേട്, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലേഹ്യമാണ് കേട്ടോ. വീട്ടിൽ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് പതിവായിട്ട് എല്ലാ ദിവസവും ഇപ്പോൾ നെല്ലിക്ക കഴിക്കാനായിട്ട് നമുക്ക് വീട്ടിലുണ്ടായിന്ന് വരില്ല. എന്നാൽ ഇങ്ങനെ ഒരു ലേഹം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്തെടുത്ത് കഴിക്കാം. ഒരു 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൻ്റെ തന്നെ വേറൊരു റെസിപ്പി, കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും നെല്ലിക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകി നല്ല വൃത്തിയാക്കി അതിൻ്റെ മേലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് നെല്ലിക്ക പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്പച്ചെമ്പിൻ്റെ ഇഡലി ചെമ്പിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം. പിന്നെ ഈ ഒരു നെല്ലിക്കയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പുഴുങ്ങിയെടുത്താലോ ചൂടാക്കിയാലോ ഒന്നും തന്നെ അതിൻ്റെ വൈറ്റമിൻ സിൻ്റെ കണ്ടൻറ്റ് പോവില്ല കേട്ടോ. അധികമൊന്നും അത് കൂടുതലായിട്ട് തന്നെ ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പ് മായിട്ട് ബന്ധപ്പെട്ട പാത്രങ്ങളിലോ, അതായത് കത്തി ഉപയോഗിച്ച് മുറുക്കി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിലുള്ള ഇരുമ്പിൻ്റെ അംശം നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇരുമ്പ് ചട്ടിയിലൊന്നും നെല്ലിക്ക അച്ചാറിടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നെല്ലിക്ക നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എമൗണ്ട് നെല്ലിക്ക എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ആവി കയറ്റി ഒന്ന് പുഴുങ്ങിയെടുക്കുക. ഇനിയിപ്പോൾ ഇഡലിച്ചെമ്പിൻ്റെ തട്ടില്ലെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടൊരു വേറെ എന്തെങ്കിലും ഒരു തട്ട് വെച്ച് അതിൻ്റെ മേലെ വെച്ച് പുഴുങ്ങിയാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അത് എൻ്റെ നെല്ലിക്ക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടൊക്കെ പോയി. അപ്പോൾ ഇതിൻ്റെ സീഡൊന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. സീഡ് മുഴുവനായിട്ടൊന്ന് റിമൂവ് ചെയ്തൊന്ന് മാറ്റിയെടുക്കട്ടെ. അപ്പം നമുക്കറിയാം രക്തക്കുറവിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് 1/2 ടീസ്പൂൺ വീതം എല്ലാ ദിവസവും ഒന്ന് ശീലമാക്കിയാൽ മതി കേട്ടോ. ഞാൻ പരീക്ഷിച്ചിട്ട് ഉഗ്രനായിട്ടുള്ളൊരു സംഭവമാണ്, വെറുതെ പറയുന്നതേ അല്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്കറിയാം ഒരുപാട് നെല്ലിക്കേൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ ബെറ്ററാണ്. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ അകറ്റാനായിട്ട് വളരെ നല്ലതാണ് നെല്ലിക്ക. വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം നമുക്ക് എന്താ പറയുക, രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് നെല്ലിക്ക. വൈറ്റമിൻ സിൻ്റെ കലവറ എന്ന് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. പതിവായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല ആരോഗ്യ ഗുണങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നെല്ലിക്കയായിട്ട് സൂക്ഷിച്ച് വെക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. എന്നും മേടിക്കുക എന്ന് പറയുമ്പോൾ വീട്ടിലില്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളിത് നെല്ലിക്ക നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തു. സീഡൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതുപോലെ വീടുകളിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വീടുകളിലും ഇപ്പം നെല്ലിക്കൻ്റെ സീസണാണ്. അപ്പോൾ കിട്ടുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നെല്ലിക്ക വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്ത് അതൊരു നന്നായിട്ട് തീ കത്തിച്ച് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കിലോ അളവിൽ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 അച്ച് ബെല്ലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 2 പീസ് ബെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബെല്ലം ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല ബെല്ലാണ്, ഇതിൽ കല്ലൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഈ ബെല്ലം അലിയുമ്പോഴത്തേക്കും ഇതിൽ ആവശ്യത്തിനൊരു വാട്ടർ കണ്ടൻറ്റ് ആവശ്യത്തിനുള്ളത് വരും. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കാതിരുന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരിക്കലും തന്നെ ഇതുപോലെ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയോ പാനോ ഒന്നും തന്നെ എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ അയൺ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അയൺ പാത്രത്തിൽ അയണുമായിട്ട് എന്താ പറയുക, ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ഇത് തയ്യാറാക്കുകയാണെങ്കിൽ ഈ ഒരു നെല്ലിക്കയിലുള്ള അയൺ കണ്ടൻറ്റ് മുഴുവനായിട്ടും തന്നെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നെല്ലിക്ക ഇനിയിപ്പോൾ നമ്മൾ പിക്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒക്കെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നെല്ലിക്കയുടെ തേൻ നെല്ലിക്കേൻ്റെ അതുപോലെ തന്നെ
പിന്നെ നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള വേറൊരു തരം ലേഹ്യം, ഇതിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ ലേഹ്യം, അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്കേൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുന്നവരൊന്ന് കാണണം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ നെല്ലിക്കയും വെല്ലം കൂടി അത്യാവശ്യം നല്ലോണം കുറുകി വന്ന ഈ ഒരു ടൈമിൽ ഞാൻ ഒരല്പം ഒരു ടീസ്പൂൺ അളവിൽ ചുക്കിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുക്കിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഞ്ചി ഉണക്കി പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുന്നേ ഞാൻ ചേർത്ത് വെച്ചിരുന്നതിൽ ഇതിലേക്ക് നമ്മൾ എന്താണ് പറയുന്നത്, ഈ ഒരു പിന്നെ കടുകല്ല ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നേ ചേർത്ത ലേഹ്യം, ഇതിൽ ഉലുവയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചുക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെ വാട്ടർ കണ്ടൻറ്റ് പൂർണ്ണമായിട്ടും പോകണം. അപ്പോൾ അതുവരെയാണ് നമ്മൾ ഈ ഒരു കുക്കിംഗ് ടൈം എടുക്കേണ്ടത് കേട്ടോ. വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഇത് എന്താ പറയുക, പുറത്ത് വെച്ച് തന്നെ 1 വർഷം വരെയൊക്കെ നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാം. യാതൊരു തരത്തിലുള്ള കേടും ഇതിൽ വരില്ല കേട്ടോ. നമ്മളങ്ങനെ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഒരു തരി പോലും വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് വേണം എടുക്കാൻ. ഇത് ഇട്ട് വെക്കുന്ന കുപ്പിയാണെങ്കിലും വളരെ വൃത്തിയുള്ളത് വേണം, വെള്ളം ഒട്ടും പാടില്ല. ഈ ഉപയോഗിക്കുന്ന സമയത്തും പൂർണ്ണമായിട്ടും ഇതിലെ ജലാംശം നമ്മൾ തീ കത്തിച്ച് വറ്റിച്ചെടുക്കുകയും വേണം, അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ നല്ല കളറ് മാറി ഇത് എന്താ പറയുക, വാട്ടർ കണ്ടൻറ്റ് പൂർണ്ണമായിട്ട് പോയി തുടങ്ങുന്നതോടുകൂടി തന്നെ ഇത് നന്നായിട്ട് ഡാർക്ക് നല്ല കളറിൽ വരാനായിട്ട് തുടങ്ങും കേട്ടോ. ഇത് കണ്ടില്ലേ, ജലാംശമൊക്കെ പോയി ആ വെല്ലമൊക്കെ നല്ല ഇതുമായിട്ട് ചേർന്നു കേട്ടോ. പിന്നെ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മളുടെ ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2-3 ടീസ്പൂൺ അളവിൽ എള്ള് എടുത്തിട്ടുണ്ട്. കറുത്ത എള്ള് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു ടിപ്പാണ് ഇതിൽ ഏറ്റവും ഇതിനെ മികച്ചതാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനേ പാടില്ല. കാരണം ഈ ഒരു എന്താ പറയുക, ലേഹ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ഇതാണ്. അത് ഒരു 3 ടീസ്പൂൺ അളവിൽ, നിങ്ങൾക്ക് 4 ടീസ്പൂൺ അളവിൽ വേണമെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എള്ള് നമുക്ക് ഒരു 3-4 ടീസ്പൂൺ ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ നല്ലോണം ഈ ഒരു ചട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി പൂർണ്ണമായിട്ട് ഇതിന്ന് വിട്ട് വരുന്നൊരു പരുവാവുന്നത് വരെ നമ്മൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ തീ കുറയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം വാട്ടർ കണ്ടൻറ്റൊക്കെ പോയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഹൽവയ്ക്കൊക്കെ ആക്കുന്ന പോലെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഒരല്പം നെയ്യ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇപ്പോൾ ഒരു പീരീഡ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള കുട്ടികൾക്കൊക്കെ പിന്നെ എന്താ പറയുക, അല്പം ക്ഷീണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ബ്ലഡിൻ്റെ ഒരു കൗണ്ട് റെഡിയാവാനായിട്ട്, ബ്ലഡിൻ്റെ അളവൊക്കെ റെഡിയാവാനായിട്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അവരുടെ ആ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇതിനുകൊണ്ട് നന്നായിട്ട് മാറും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തയ്യാറാക്കിയിട്ട് നമുക്ക് വേറൊരു ദോഷവശങ്ങളൊന്നുമില്ല. കുട്ടികൾക്ക് വളരെ നല്ലതാണ്. വീട്ടിലിത് കൊടുക്കാനായിട്ട്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, അപ്പോൾ അത്യാവശ്യം വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി ഇത് കണ്ടോ, ചട്ടിയിൽ നിന്ന് നല്ല പോലെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ചട്ടി പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ചട്ടി മറിഞ്ഞത് കേട്ടോ, സോറിയേ. അത്യാവശ്യം വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഈ ഇഞ്ചിയും വെള്ളം എന്തായാലും ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പി ഞാൻ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നെല്ലിക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്തു വെച്ചാൽ നമ്മൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്താ പറയുക, വേണ്ട വിധത്തിലുള്ള, അവർക്ക് എന്താ പറയുക, മിതമായ രീതിയിലുള്ള ഭക്ഷണമൊക്കെ അല്ലേ അവർ കഴിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ ക്ഷീണവും അതുപോലെ തന്നെ അവരുടെ ആ ഒരു നല്ലൊരു ഉന്മേഷത്തിന്. അപ്പോൾ അവർക്കൊന്നും ഹോസ്റ്റലേഴ്സിന് ചിലപ്പോൾ നെല്ലിക്കൊന്നും കിട്ടിയെന്ന് വരില്ല കഴിക്കാനായിട്ട്, അവർക്ക് അതിന് ടൈമും ഇല്ല. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് എന്താണ്, എന്നും നമ്മളെ കൂടെ ഈ ഒരു എന്താ പറയുക, വൈറ്റമിൻ സിയും എല്ലാം ഇതിൽ ഒരുമിച്ചുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ചൂടാക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഒരുപാടൊന്നും ഇത് നഷ്ടപ്പെടുകയില്ല, അത് പൂർണ്ണമായിട്ടും തന്നെ അതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലൊരു റെസിപ്പിയാണ്. നമ്മളെ കുട്ടികൾക്ക് കൊടുത്ത് വിടാനായിട്ട്, ഹോസ്റ്റലേഴ്സിനൊക്കെ കൊണ്ടുപോകാനായിട്ടും ഒക്കെ നല്ല അടിപൊളിയാണ്. വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. നെല്ലിക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും കൊടുക്കാൻ വളരെ നല്ലതാണ്. പറ്റിക്കലൊന്നുമല്ല കേട്ടോ, അടിപൊളി റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്കിൻ്റെ തൊട്ടടുത്തുള്ള
പിന്നെ ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതും കൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനെക്കൊണ്ട് ഉപകാരം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു സ്പൂണ് വാട്ടർ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ എല്ലാ ദിവസവും കഴിക്കുകയാണ്. ഒരേ ടൈമിൽ കഴിക്കണം കേട്ടോ. രാവിലെ കഴിക്കുന്നവരാണെങ്കിൽ രാവിലെ മാത്രം, വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം മാത്രം കേട്ടോ. അര ടീസ്പൂൺ അളവിൽ കഴിച്ചാൽ മതി. വളരെ നല്ലതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറന്നു പോകരുത്. പിന്നെ ഇതിൽ വെള്ളമൊന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ വന്നിട്ട് അഭിപ്രായം പറയാം. അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.